ഹലോ, നമുക്ക് ഈ ജെയ്സ് സീസൺ ആകുമ്പോൾ നമുക്ക് സാധാരണ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വറിയാണ്, സാറേ എനിക്ക് ഇത്ര റാങ്ക് ഉള്ളത്, എന്റെ കാറ്റഗറി ഇത്രയാണ്, അപ്പൊ എനിക്ക് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ക്വറി സാധാരണ എവിടെ കിട്ടും, ഏത് കോളേജ് കിട്ടും, ഏതൊക്കെ ബ്രാഞ്ച് കിട്ടും എന്നുള്ള ക്വറി സാധാരണയായിട്ട് വരാറുണ്ട്. പിന്നെ വരാറുള്ളത് ഏത് എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ നമുക്ക് പിന്നെ അഡ്രസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മളിത് ഒരു ഓട്ടോമേറ്റഡ് പോർട്ടലായിട്ട് നമ്മൾ XNY ലേണിംഗിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജോസ വെബ്സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇറ്റ്സ് വെരി ക്ലംസി, റൈറ്റ്? നമ്മൾ ഒരു സാധനം സെലക്ട് ചെയ്ത് അവിടുന്ന് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ റാങ്കിന് ഏതൊക്കെ കിട്ടും എന്നുള്ളത് അവിടെ കിട്ടൂല. നേരെ മറിച്ച് നമ്മൾ ഓരോ കോളേജും, നൂറുകണക്കിന് കോളേജ് ഉണ്ട്, ഓരോ കോളേജും കയറി നോക്കിയാലേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുള്ളൂ. പക്ഷേ XNY ലേണിംഗില് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ ജോസ 2024 റൗണ്ട് 5 കട്ട് ഓഫ് ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് വെച്ച്, നിങ്ങളുടെ കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെല്ലാം കോളേജുകൾ ലഭിക്കും എന്നുള്ളത് ഇനി ഞങ്ങൾ നിങ്ങളെ XNY ലേണിംഗ് predictor.xnylearning.com പോയി കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഞാൻ താഴെ നൽകാം, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഷഫീർ സാർ പറയും. ആദ്യം കോട്ട സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് NIT ഹോം സ്റ്റേറ്റ്, അതർ സ്റ്റേറ്റ് എന്നുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ട്. അപ്പം NIT മാത്രമാണ് ഈ ഡിഫറൻസിയേഷൻ ഉള്ളത്. ബാക്കി എല്ലാ കോളേജുകൾക്കും ഈക്വലിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹോം സ്റ്റേറ്റ് അതർ സ്റ്റേറ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മുടെ NIT കാലിക്കറ്റിലെ അഡ്മിഷനെ കുറിച്ചാണ് ഇപ്പൊ സപ്പോസ് നമ്മുടെ ഹോം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മേലെ NIT കാലിക്കറ്റ് ആണ് നമ്മുടെ ഹോം സ്റ്റേറ്റ് എന്നുള്ളത്. ഇതിൽ കാറ്റഗറി നമുക്ക് ജനറൽ എടുക്കാം, ഓപ്പൺ കാറ്റഗറി എടുക്കാം, ജെൻഡർ ന്യൂട്രൽ. ഒരു 20,000 റാങ്ക് വരുന്ന ആൾക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് 20,000 ഓൾ ഇന്ത്യ റാങ്ക് വരുന്ന ഒരാൾക്ക് നമ്മുടെ NIT കാലിക്കറ്റിൽ ഏത് സീറ്റാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം NIT കാലിക്കറ്റിൽ 21,000 ആണ് എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ ക്ലോസിംഗ് റാങ്ക് എന്നുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടുന്നുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടുന്നുണ്ട്, ബയോടെക്നോളജി, മെറ്റീരിയൽ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വരെ കിട്ടുന്നുണ്ട്. ആക്ച്വലി 41,000 വരെ പ്രൊഡക്ഷൻ NIT കാലിക്കറ്റിൽ കഴിഞ്ഞ വർഷം പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന് പോയിട്ടുണ്ട്. 5th റൗണ്ടിലാണെന്ന് മാത്രം. 5th റൗണ്ടിലാണ് അവർ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രം. പക്ഷേ ദിസ് ഇസ് എന്താ പറയാ, നമുക്ക് നല്ല ഇൻസൈറ്റ് തരുന്നത് അല്ലേ? ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രാഞ്ച് ആണ് എന്റെ അഭിപ്രായത്തിൽ. നിങ്ങൾക്ക് എടുക്കാം 10,000 ഉണ്ടെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി കിട്ടും. ഇതിൽ OBC മാറ്റിയാൽ നമുക്ക് ഒന്ന് സെർച്ച് അഗൈൻ കൊടുത്താൽ മതി അല്ലേ? അതെ, OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക്. അപ്പൊ OBCയിൽ ഏത് റാങ്ക് ആണ് അടിക്കേണ്ടത്? നമ്മൾ OBC റാങ്ക് തന്നെ അടിക്കേണ്ടി വരും. സ്റ്റേറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് OBC LCL എടുക്കാം, ജനറൽ ന്യൂട്രൽ എടുക്കാം. അതിൽ നമുക്ക് ഈ കാറ്റഗറി റാങ്ക് മാത്രം OBC റാങ്ക് മാത്രം എൻട്രി. OBC റാങ്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 10,000 ആണെന്ന് വിചാരിക്കും OBC റാങ്ക്. അതായത് ഓൾ ഇന്ത്യ റാങ്ക് ഒരു 35,000 36,000 ഒക്കെ ഏകദേശം എത്തിയിട്ടുണ്ടാകും. അപ്പൊ അതിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, മെറ്റീരിയൽ, സിവിൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ആണ് അവൈലബിൾ നമുക്ക് OBCയിൽ കിട്ടുക, റൈറ്റ്? അപ്പൊ ഇനി നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം, അതർ സ്റ്റേറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്തെല്ലാം വരും എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. റൈറ്റ്, പ്രീവിയസ് എടുക്കാം. റൈറ്റ്, അപ്പൊ അതർ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ റാങ്കിന് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഓപ്ഷൻസും നമുക്ക് കാണാം. അപ്പൊ 1,00,000 വരുന്ന ഒരാൾക്ക് നമുക്ക് ഓപ്പൺ കാറ്റഗറി തന്നെ എടുക്കാം. ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 1 lakh ആയിക്കോട്ടെ അല്ലെ? 1 lakh ഓപ്പൺ ഓൾ ഇന്ത്യ റാങ്ക് വരുന്ന ആൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇതൊക്കെ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് ആക്ച്വലി. അപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ ആണ് ഓൾ ഇന്ത്യ റാങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 1 lakh റാങ്ക് വന്ന ഒരാൾക്ക് ഘനി ഖാൻ ചൗധരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മാൾഡ, വെസ്റ്റ് ബംഗാളിൽ നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. നമുക്ക് ഇനി കുറച്ചും കൂടെ ഒരു 50,000 ഗേൾസ് ഫീമെയിൽ ഓൺലി ആണെങ്കിൽ ഈ 1 lakh നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ? യെസ്, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇല്ല, 1 lakh സൂപ്പർ ന്യൂമറി സീറ്റിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്കൊരു OBC കാറ്റഗറി എടുക്കാം. OBC കാറ്റഗറിയിൽ ജനറൽ ന്യൂട്രൽ നമ്മൾ എടുത്തിട്ട് റാങ്ക് 1 lakh വേണ്ട, അപ്പോ നമ്മൾ OBC റാങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. അതെ, OBC റാങ്ക് നമുക്ക് മേ ബി 20,000 OBC കാറ്റഗറി റാങ്ക് ഉള്ള ഒരാൾക്ക് എത്രയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അവിടെ നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ട്രിപ്പിൾ സേനാപതി, മണിപ്പൂരിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആണ്. ഘനി ഖാൻ ചൗധരി നമ്മൾ നേരത്തെ പറഞ്ഞ കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഘനിഖാനിലാണ് കാര്യമായിട്ടുള്ളത്. അപ്പൊ 20,000 OBC റാങ്ക് എന്ന് പറയുമ്പോൾ അഗൈൻ ഒരു 70,000 60-70 ഇടയിലായിരിക്കും എന്തുണ്ടായിരിക്കാം ഓൾ ഇന്ത്യ റാങ്ക് വരിക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ റാങ്കിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്കൊരു 5,000 OBC റാങ്ക് അല്ലെങ്കിൽ 10,000 OBC റാങ്ക് നമുക്ക് നോക്കാം. 5,000 OBC റാങ്ക് ഉള്ള ഒരാളുടെ സീറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആവുകയാണ്. NIT കുരുക്ഷേത്ര, അതേപോലെ സർദാർ വല്ലഭായ്, NIT സൂറത്ത്,
മോട്ടിലാൽ നെഹ്റു അലഹബാദ് ഇത് നല്ലൊരു ഓൾഡ് NIT ആണ്, NIT MNIT ആണ്. വാറങ്കൽ അവൈലബിൾ ആണ്. വാറങ്കലിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നത് ഇങ്ങനെ കുറെ സംഭവം വരുന്നില്ലേ, ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, അതെ കുറെ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫിൽറ്റർ യൂസ് ചെയ്യാം, ഇവിടെ ഫിൽറ്റർ യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ട കോളേജ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇതാ IIIT നാഗ്പൂർ നമുക്കൊന്ന് എടുക്കാം അല്ലെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് IIIT കോട്ട ഏതാ നമ്മൾ എടുക്കുക, കോട്ടയം. നമ്മൾ കേരളത്തിലുള്ള ഒരാളാണ്, IIIT കോട്ടയം വേണം എന്ന് വിചാരിക്കുക. IIIT കോട്ടയത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് 12,000 ലഭിക്കും. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 4 year BTech 14,000 ലഭിക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ സൈബർ സെക്യൂരിറ്റി 14,000 പോയിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 15,000 പോയിട്ടുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് മേ ബി ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒന്ന് എടുക്കാം, ഓൾ കോളേജസ് എടുത്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഓൾ കോളേജസ് ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു NIT എടുത്താലോ, ഒരു NIT ഡൽഹി എടുക്കാം. ഓക്കെ, NIT ഡൽഹിയിൽ നമുക്ക് വേണ്ട ബ്രാഞ്ചസ് നമുക്ക് പ്രോബ്ലം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് കിട്ടും എന്നുള്ളത്. ഓക്കെ റൈറ്റ്. ഇനി നമുക്ക് ഇതില് ഓൾ കോളേജസ് എടുത്തിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാലോ. റൈറ്റ്, ആൽഫബറ്റിക് ഓർഡറിലാണ് ബ്രാഞ്ചസ് ഉള്ളത്. യെസ്. അപ്പൊ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിൽ തന്നെ ഒരുപാട് ഇവിടെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജയ്പൂർ. അപ്പൊ നിങ്ങൾക്ക് അല്ല ഇവിടെ താഴെ NIT കുരുക്ഷേത്ര, NIT ഡൽഹി, NIT ദുർഗാപൂർ, ജംഷഡ്പൂർ. അപ്പൊ നിങ്ങൾക്ക് സ്പെസിഫിക്കലി നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എവിടെ കിട്ടാന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. നമ്മുടെ IIT ഇന്റേൺസ്, ഫാസിലിനെ പോലത്തെ ആൾക്കാരുണ്ട്. പിന്നെ ഇതാ നമ്മളൊരു ഡ്രീം ആയിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി, ഞങ്ങൾക്ക് ഒരുപാട് സുഖമാണ്. ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഇൻഡിവിജ്വലി ആൻസർ ചെയ്യാൻ പറ്റും. വാട്സ്ആപ്പിൽ ഒരുപാട് എൻക്വയറീസ് ഉണ്ടാവും, അതൊന്നും ഒരുപാട് വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും വരാറുണ്ട്. വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ കോട്ട അടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ NIT കാലിക്കറ്റിലെ ഹോം സ്റ്റേറ്റ് മാത്രം ഹോം സ്റ്റേറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാം IIITസിനെ കുറിച്ച് അറിയാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു കമന്റ് ലീവ് ചെയ്യണേ. കാരണം അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടാണ് എക്സാം വൈ ലേണിംഗ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ 2 മെയിൻ പ്രോഗ്രാമുകളാണ് ഇപ്പം അഡ്മിഷൻസ് നടക്കുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് അഗൈൻ നമ്മുടെ നമ്പേഴ്സ് ഇവിടെ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ക്ലാസ് 6 to 10 അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ IITians NITians ക്ലാസ് എടുക്കുന്നത് ഓൾറെഡി നല്ലൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്ത് നമ്മൾ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അതിന്റെ സെക്കൻഡ് സ്ട്രീമിലോട്ടുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ JEE പ്രോഗ്രാമിനെ കുറിച്ച് പറയൂ. JEE പ്രോഗ്രാം നമ്മൾ April 11th ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി 2 weeks കൊണ്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റർ കഴിഞ്ഞു, എക്സാമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സെറ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ സ്പീഡിൽ അവരുടെ പ്രിപ്പറേഷൻ ആക്ച്വലി സ്റ്റാർട്ട്. ഇനിയും കുറച്ച് സീറ്റുകൾ കൂടി ബാക്കി, ഒരു 10 or 12 സീറ്റ്സും കൂടെ നമ്മുടെ ബാച്ചിലേക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ നല്ല താല്പര്യമുള്ള മാത്തമാറ്റിക്സ് ഒക്കെ നല്ല ഇഷ്ടമുള്ള കുട്ടികൾ, താല്പര്യമുള്ള പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് വരിക. ആൻഡ് ഫൈനലി ഈ ഒരു പ്രെഡിക്റ്ററിന്റെ ഫൈനൽ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കൊരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടല്ലോ. ഇതിന് JEE അഡ്വാൻസ്ഡ് കഴിഞ്ഞാലും ഈ സംഭവം തീർച്ചയായിട്ടും JEE അഡ്വാൻസ്ഡ് കഴിഞ്ഞാൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതിൽ NITs IIITs പോലുള്ള എല്ലാ കോളേജുകളുടെ ഡാറ്റ അവൈലബിൾ ആണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. തീർച്ചയായും കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ JEE കമ്മ്യൂണിറ്റീസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണിത് എന്നതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.